ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് നടക്കും. വിശാഖപട്ടണത്തെ ഡോക്ടർ വൈ.എസ്. രാജശേഖര റെഡ്ഡി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇതിനോടകം പരമ്പര 3-0 നേടിക്കഴിഞ്ഞ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെയില്ല. അവശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ച് പരമ്പര തൂത്തുവാരി ലോകകപ്പിന് ഒരുങ്ങുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ലക്ഷ്യം. അതിനാൽ ടീമിൽ പരീക്ഷണങ്ങളും മാറ്റങ്ങളും നടത്താൻ സാധ്യതയുണ്ട്. പരമ്പര നേടിയ ഇന്ത്യക്കും പരമ്പര കൈവിട്ട് കളഞ്ഞ ന്യൂസിലാൻഡിനും ഇന്നത്തെ മത്സരത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാവില്ല. എന്നാൽ മലയാളി താരമായ സഞ്ജു സാംസന് ന്യൂസിലാൻഡിനെതിരെയുള്ള ട്വന്റി പരമ്പരയിലെ 4-ാം മത്സരത്തിൽ വലിയ സമ്മർദ്ദമാണ് മുന്നിലുള്ളത്. പരമ്പരയിലെ കഴിഞ്ഞ 3 മത്സരങ്ങളിലും സഞ്ജു കളിച്ചെങ്കിലും ബാറ്റിംഗിൽ നിരാശയായിരുന്നു ഫലം. 3 മത്സരങ്ങളിൽ നിന്നും വെറും 16 റൺസ് മാത്രമുള്ള സഞ്ജുവിനെ ഇന്നത്തെ മത്സരം ഉൾപ്പെടെയുള്ള അവസാന മത്സരത്തിലും ഇന്ത്യ പ്ലെയിൻ 11 നിന്നും ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ബാറ്റിംഗിൽ ഫോം തുടരുന്നതിനാൽ ഇഷാൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ ഭാഗമായതിനാൽ ഇന്ത്യ പരമ്പര നേടിയ സ്ഥിതിക്ക് സഞ്ജുവിന്റെ കാര്യത്തിൽ ഗംഭീറും സൂര്യയും റിസ്ക് ഏറ്റെടുത്താൽ സഞ്ജുവിനെ പ്ലെയിൻ 11 ഉൾപ്പെടുത്താനാണ് സാധ്യത. തിലക് വർമ്മയുടെ പകരക്കാരനായ ടീമിലെത്തിയ ശ്രേയസ് അയ്യർക്കും ഇതുവരെ ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. ശ്രേയസിനെയും ടീമിൽ കളിപ്പിക്കേണ്ട കാര്യം ഇന്ത്യക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്.